ഇതാണെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് സംഭവിച്ചിരിക്കുന്ന വലിയ അപകടം എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് വിശ്വാസം ഇല്ലാതെ, ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് ഫണ്ട് ചോദിക്കുമ്പോൾ ഇതുപോലുള്ള പോസ്റ്ററുകളൊക്കെ നമ്മൾ കാണുന്നത്. ഈ കിട്ടുന്ന പൈസ ആ യഥാർത്ഥമായ രീതിയിൽ അതിൻ്റെ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ എത്തുന്നില്ല എന്നുള്ളതാണ് പുള്ളിനെ പറ്റിയുള്ള പരാമർശം. എന്നാലും ഇദ്ദേഹത്തെപ്പറ്റി ഞാൻ വ്യക്തമായിട്ട് ആലോചിക്കുമ്പോൾ, ഇദ്ദേഹം പല പല കടമ്പകൾ കടന്ന് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായി. ഇതിനെയൊക്കെ ഇദ്ദേഹം അഭിമുഖീകരിച്ചത്, കാരണം ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, വലിയ അസുഖമുള്ള ഒരാളാണ് ഈ മുഖ്യമന്ത്രി. പുള്ളി ഒരു അസുഖക്കാരനാണ്. ഇത്രയും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോവാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ വിൽ പവർ തന്നെയാണ്. പല പരാമർശനങ്ങൾ, അഴിമതി കഥകൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായി ഈ കേരളത്തിൽ, അതൊക്കെ മുഖ്യമന്ത്രിയുടെ ഫാമിലിക്കെതിരെയൊക്കെയാണ് വ്യക്തമായ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ ദുരന്തം വയനാട്, അവിടെ വരെയും അദ്ദേഹം സന്ദർശിക്കണം. ഈ സന്ദർശിച്ച ആൾ ഉടനെ തന്നെ തിരിച്ചു പോരാണ് എന്നൊക്കെ ഒരു വാർത്തയിലൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹത്തിന് അവിടെ അത്ര നേരം നിൽക്കാൻ കഴിയില്ല. കാരണം നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ ആരോഗ്യത്തെ പറ്റി. അപ്പോൾ ഈ ആരോഗ്യം കുറഞ്ഞ ആൾ എത്ര സമയം അവിടെ ചെലവഴിക്കാൻ പറ്റും? അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള ഫൈറ്റിങ്, അവർ സാമ്പത്തികമായി നമ്മുടെ ഗവൺമെൻറ്റിന് തരേണ്ടതായ ഫണ്ടുകൾ തരുന്നില്ല, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതിനിടയ്ക്ക് ഈ രാഷ്ട്രീയമായ പരാമർശങ്ങൾ, ഇതെല്ലാം തരണം ചെയ്ത് ഈ ദുരന്തങ്ങൾ, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്തിലുണ്ടായിട്ടുണ്ട്. അതിന് തന്നെ വ്യക്തമായ രീതിയിൽ നമ്മൾ പരാമർശം അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നോക്കാമായിരുന്നു. കാരണം ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഈ പിണറായി വിജയൻ എന്ന ആൾ ഇരുന്ന അന്നു മുതൽ അദ്ദേഹം എവിടെ ചെന്നാലും ദുരന്തങ്ങൾ. അമേരിക്ക ചെന്നറിഞ്ഞാൽ അവിടെ വെള്ളക്കെട്ട്, അല്ലെങ്കിൽ അവിടെ കാറ്റ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ഇതൊക്കെ പറഞ്ഞങ്ങനെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ ഇപ്പോഴും അദ്ദേഹം ഇതിനെ തരണം ചെയ്ത് വിൽ പവറോടുകൂടി നിൽക്കുന്ന അപകടാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യനാണല്ലോ ഇത്. ഈ മനുഷ്യന് എത്ര നാൾ ഇതിനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പോൾ ഇവിടുന്ന് മാറാൻ പറ്റില്ലല്ലോ, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറാൻ പറ്റില്ല. പുള്ളി മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മാറാനും പറ്റില്ല, വിശ്രമിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അകപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിൽ ജനങ്ങളുടെ വിമർശനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നു. ഇത് ഫണ്ട് പിരിക്കൽ തുടങ്ങും, എന്നിട്ട് പൈസ കിട്ടിക്കഴിയുമ്പോൾ, ക്യാഷ് കിട്ടിക്കഴിയുമ്പോൾ അത് വേറെ രീതിയിൽ ചിലവഴിക്കും. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ചിലവഴിക്കുന്നു എന്നൊക്കെ ജനങ്ങൾക്ക് അന്വേഷിക്കാവുന്നതിനുള്ള ആധികാരികത ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊന്നും ജനങ്ങൾ കേൾക്കുന്നില്ല. അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യമല്ല, നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇദ്ദേഹത്തിന് ഇത്രയും വിമർശനങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇതെല്ലാം ഉള്ള സമയത്തും അദ്ദേഹം വകവയ്ക്കാതെ ഫാമിലിയായിട്ട് വേണേൽ അമേരിക്കയിൽ പോകും. ഇതൊക്കെ വലിയൊരു കഴിവ് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മനക്കട്ടി, നല്ല മനസ്സിന് നല്ല പവറില്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം വേറെ ഉമ്മൻചാണ്ടി സാറിനൊക്കെ പറ്റി നോക്കുമ്പോൾ പുള്ളിയൊക്കെ പെട്ടെന്ന് തളർന്നു പോകും ഈ വക അവസ്ഥയിലൊക്കെ. ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ വയസ്സുള്ള ആളാണ്. അദ്ദേഹം അസുഖബാധിതനായിട്ട് അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രിയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ സമ്മതിച്ച് കൊടുത്തേ മതിയാവും അദ്ദേഹത്തെ. മുഖ്യമന്ത്രി തൽക്കാലത്തേക്കൊന്ന് മാറി വേറെ ഒരാളെ വയ്ക്കാം എന്ന് വിചാരിക്കുക. ആര് അതിന് പകരം നിൽക്കും? കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ചേരിതിരിവുണ്ട്. പകരത്തിനൊരാളതിന് ഇല്ല അവിടെ. ആ സമയം കോൺഗ്രസ്സിലാണെങ്കിൽ ഒരു നീണ്ട നിര തന്നെയുണ്ട് മുഖ്യമന്ത്രിയാവാൻ. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ പറ്റിയൊരാളില്ല.
എല്ലാവരും പറയുന്നു അദ്ദേഹത്തിൻ്റെ മരുമോനാക്കും എന്നൊക്കെ പറയുന്നു. അതൊക്കെ വെറും പ്രചരണം മാത്രമേ ഉള്ളൂ. റിയാസിനൊന്നും അത്രയും മുഖ്യമന്ത്രിയായിട്ടിരിക്കാനുള്ള പക്വതയില്ല മറ്റുള്ള ആളുകൾ സമ്മതിക്കുകയില്ല. അപ്പോൾ ഇവിടെ അതിന് പകരം നിൽക്കാൻ പാർട്ടിയിലെ ആൾ ഇതുവരെയും കണ്ടെത്താൻ പോലും സാധാരണ ചിന്തിക്കുമ്പോൾ തന്നെ ആരും നമുക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മാർക്സ്വാദിയിൽ ഇനിയില്ല. നമുക്ക് VS ഉള്ള സമയത്ത് നമ്മൾ പറയും അതിനടുത്ത ആൾ പിണറായിയാണ്. പിണറായി കഴിഞ്ഞാൽ പിന്നെ കോടിയേരി ഉണ്ടായിരുന്നു. പക്ഷേ കോടിയേരി ഇപ്പം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയും ഇന്ന് പാർട്ടി അഭിമുഖീകരിക്കുന്നുണ്ട്.